നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട കാലാവസ്ഥാ വാർത്തകളുമായിട്ടാണ് ലോകം തിരിയുന്നത്. ഈ വർഷം, അതായത് വരുന്ന വർഷം, മുമ്പോട്ടുള്ള ദിവസങ്ങൾ, ലോകത്തിലെ 45 രാജ്യങ്ങളിൽ ഭക്ഷണക്ഷാമം കൊണ്ട്, വരൾച്ച കൊണ്ട് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടും, കൂടുതലും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇതിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഇന്ത്യയിലും ഏഷ്യയിലുമൊക്കെ അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. പസഫിക് ഓഷനിലെ എൽനിനോ പ്രതിഭാസം ആഫ്രിക്കയെയും ഏഷ്യൻ രാജ്യങ്ങളെയും വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇന്ത്യയിലും വലിയ വരൾച്ചയാണ് ഉണ്ടാകുന്നത്. പക്ഷെ അതിനിടയിലാണ് മൺസൂൺ പാത്തി ഉണ്ടാവുകയും കേരളത്തിലെ വളരെ സങ്കീർണമായിട്ടുള്ള കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം വെച്ചുകൊണ്ടും കടലിൻ്റെ സാമീപ്യവും മലയുടെ സാമീപ്യവും ഒക്കെ വെച്ചുകൊണ്ട് കേരളത്തിൽ മറ്റൊരു തരത്തിലാണ് നമുക്ക് വെള്ളപ്പൊക്കത്തിൻ്റെയും പ്രളയത്തിൻ്റെ രൂപത്തിലാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ വളരെ കൃത്യമായി നമുക്ക് ദുരന്തങ്ങളുടെ ഒരു നാടായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ദുരന്തങ്ങൾ വലിയ വലിയ പ്രതിസന്ധിയാണ് കേരളത്തിൽ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വളരെ ഗൗരവതരമായ ഇടപെടലുകൾ നമുക്ക് ആവശ്യമുണ്ട്. ദുരന്തമാണ് ഇനി നോർമൽ, ദുരന്തങ്ങളില്ലാത്തൊരു കാലഘട്ടമാണ് അബ്നോർമൽ. അപ്പോൾ ഞാനിത് സംബന്ധിച്ച് വീഡിയോകൾ പല ചാനലുകളിലും പലതിലും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് 18-ൽ ദീർഘമായി ഒരു 1 മണിക്കൂർ 10 മിനിറ്റുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിപ്പോൾ 1 ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുണ്ട്. നിങ്ങളത് കാണണം. ഇന്നലെ കൗമുദി ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പോഡ്കാസ്റ്റ് പോലത്തെ ഇൻ്റർവ്യൂകളാണ്, എൻ്റെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂകളാണ്. അത് ദയവായി എല്ലാവരും കാണണം. മറുനാടൻ മലയാളിയിൽ ഞാൻ നിരവധി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം അതിന് നിന്ന് നാളെയായിട്ടൊക്കെ ഇൻ്റർവ്യൂകൾ വരുന്നുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനൽ, കാരണം ഇത് പിന്നെ എല്ലാ പത്രങ്ങളിലും, ഇന്ന് ഞാൻ വീക്ഷണം പത്രത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം സർക്കാർ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാത്തതിനെ സംബന്ധിച്ച് കുറച്ച് ക്രിട്ടിക്കായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ചന്ദ്രിക, പിന്നെ അതുപോലെ തന്നെ സുപ്രഭാതം, ദീപിക, കേരളകൗമുദി, മംഗളം, പിന്നെ മാതൃഭൂമിയിൽ, മനോരമയിലും പൈപ്പ് ലൈനിലാണ്, അവരുമായി ഡിസ്കഷനിലാണ്. ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് ചിന്തിക്കുന്നു, ചാനലുകളിലേക്ക് ചിന്തിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റ്, ഞാനിത് പറയാൻ കാരണം, ന്യൂസ് 18-ൽ തന്നെ ഒരു കമൻറ്റ് എന്നെ സ്ട്രൈക്ക് ചെയ്തതാണ്. 250-350ഓളം കമൻ്റ് ഉണ്ട്. എല്ലാം പോസിറ്റീവ് കമൻറ്റുകളാണ്, എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടും വളരെ പോസിറ്റീവായ ഇൻ്റർവ്യൂ ആയിട്ടാണ്. പക്ഷേ ഒരു കമൻറ്റ് അതിനകത്ത് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കമൻറ്റ്, 1924-ലും ഇത്രയും ഭൂമിയെ നമ്മൾ നശിപ്പിച്ചിട്ടില്ലല്ലോ, അപ്പോഴും പ്രളയം ഉണ്ടായല്ലോ. നല്ല ചോദ്യമാണ്, ഒരു കറക്റ്റ് ക്രിട്ടിക്കൽ ചോദ്യമാണ്. 1924-ൽ അങ്ങനെ സംഭവിച്ചു, 1342-ൽ സംഭവിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതിൻ്റെയൊക്കെ ഇടവേളകൾ എന്ന് പറഞ്ഞാൽ 100 വർഷം, 200 വർഷം, 300 വർഷം, അങ്ങനെ 50 വർഷത്തിൽ കൂടുതൽ, 50 വർഷം, 100 വർഷം, 200 വർഷം, 300 വർഷം കൂടുമ്പോൾ നാഗരികതകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നാഗരികതകൾ പലതും ഇല്ലാതാവും. മോഹൻജദാരോ ഹാരപ്പ നാഗരികത ഇല്ലാതായി, അറേബ്യൻ നാഗരികത ഇല്ലാതായി, ഗ്രീക്കിൻ്റെ നാഗരികത ഇല്ലാതായി. പിന്നെ ലോകത്ത് എവിടെയെല്ലാം നാഗരികതകൾ ഉണ്ടായിട്ടുണ്ടോ, ടൗൺഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ, എല്ലാ ടൗൺഷിപ്പുകളും ഒന്നുകിൽ വരൾച്ചയിലോ പ്രളയത്തിലോ ഭൂകമ്പത്തിലോ അഗ്നിപർവ്വത സ്ഫോടനത്തിലോ ഒക്കെ ഇല്ലാതായിട്ടുണ്ട്, അല്ലെങ്കിൽ കൊടുങ്കാറ്റിൽ ഇല്ലാതായിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് മാനവ ചരിത്രം. പക്ഷെ അതിൻ്റെ കാലം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ചിലപ്പോൾ 100 വർഷം എടുക്കും, 200 വർഷം എടുക്കും. ഇപ്പം സംഭവിക്കുന്ന അതല്ല, 1700-കൾക്ക് ശേഷം ലോകത്ത് സംഭവിക്കുന്നത് അങ്ങനല്ല. ഇതിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു. വളരെ പെട്ടെന്ന് അടിക്കടി ദുരന്തമുണ്ടാകുന്നു. കേരളത്തിൽ ഒരുപാട് ഉരുൾപൊട്ടൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. വെള്ളറടയിൽ അമ്പൂരി ഉരുൾപൊട്ടൽ ഉണ്ടായാലും കുറേ ആളുകൾ മരിച്ചതല്ലേ തിരുവനന്തപുരത്ത് എത്രയോ വർഷം മുമ്പ്. അങ്ങനെ പല ഉരുൾപൊട്ടൽ, വയനാട്, ഇടുക്കി, ഇതൊക്കെ 80-കളിൽ 70-കളിൽ 60-കളിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് മാറി ഫ്രീക്വൻ്റായി തുടർച്ചയായി ഉരുൾപൊട്ടലും പ്രളയമൊക്കെ ഉണ്ടാകുന്നത് ഈ റീസെൻറ്റ് ഫിനോമിനയാണ്. അതിലാണ് മനുഷ്യൻ്റെ ഇടപെടൽ വളരെ വലിയ തോതിൽ വന്നിരിക്കുന്നതെന്ന് ശാസ്ത്ര സമൂഹം പറയുന്നത്. IPCC, ഇൻ്റർനാഷണൽ പാനൽ ഓൺ ക്ലൈമാറ്റ് ചേഞ്ചും അതുപോലെ തന്നെ ലോകത്തിലെ സംഘടനകളുമൊക്കെ ശാസ്ത്ര സമൂഹവുമൊക്കെ ആശങ്കപ്പെടുന്നത് പുതിയ കാലം എന്ന് പറയുന്നത് മനുഷ്യപ്രേരിതമായ ആന്ത്രോപ്പോജനിക്കായിട്ട് കൂടിയുള്ള കാരണങ്ങൾ കൂടി കൊണ്ടാണ് ഭൂമിയുടെ ചൂട് കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് മഴയും കൂടാം, പിന്നെ വേനലും കൂടാം, മഞ്ഞുരുകാം. ഇങ്ങനെ 3 സാധ്യതയാണുള്ളത്. ഒന്ന്, ഹിമാലയൻ പോലുള്ള റീജിയനുകളിൽ വലിയ മഞ്ഞുരുക്കം ഉണ്ടാകാം. അത് പിന്നെ കടലിലേക്ക് വെള്ളത്തിൻ്റെ നിരപ്പ് കൂട്ടാം, ആ പ്രദേശമാകെ ഇല്ലാതാക്കാം. അത് ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത, പ്രളയം വന്ന് പ്രളയാനുബന്ധമായ ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് വളരെ കൃത്യമായ കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വരൾച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും പിന്നെ കൊടുങ്കാറ്റ്, ഓഹി പോലുള്ള കാര്യങ്ങൾ, പിന്നെ ടോർണാഡോ എന്നൊക്കെ പറയുന്ന കൊടുങ്കാറ്റ് വേറെയുണ്ട്, പിന്നെ മിന്നലുണ്ട്, ഇടിമിന്നലുണ്ട്, അതെല്ലാം വേറെയുണ്ട്. പക്ഷേ അതിനൊക്കെ വേദിയായി ഫ്രീക്വൻ്റായി വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇതൊക്കെയാണ്. കേരളത്തിൻ്റെ ഭൂമികയിൽ ഇതെല്ലാം നോർമലായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു 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 അലർട്ട് നമ്മൾക്ക് ആവശ്യമുണ്ട്. നമുക്ക് പഴയതുപോലുള്ള ഡിപ്പാർട്ട്മെന്റൽ സംവിധാനം കൊണ്ടോ സ്കീമുകൾ കൊണ്ടോ കുറേ പദ്ധതികൾ കൊണ്ടോ മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല. വളരെ കൃത്യമായിട്ടുള്ള ചില ഇടപെടലുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതിന് സജ്ജമാവുക ഈ ഗവൺമെൻറ് എന്നുള്ളതാണ് വളരെ പ്രധാനം. ജനങ്ങളെ ആകെ ഇത് പഠിപ്പിക്കേണ്ടതുണ്ട്, ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലൈമാറ്റ് റെസിലൻസ് എന്ന് പറയുന്ന, കാലാവസ്ഥ പ്രതിരോധം എന്ന് പറയുന്നത് ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്നിടത്ത് നിന്ന് മാറി ക്ലൈമാറ്റ് വേരിയബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി ക്ലൈമാറ്റ് ചേഞ്ചായി. ക്ലൈമാറ്റ് ചേഞ്ച് എന്ന കൺസെപ്റ്റിൽ നിന്ന് കുറച്ചുകൂടി ക്ലൈമാറ്റ് ക്രൈസിസിലേക്ക് പോയി. ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്തിരിക്കുന്ന ക്ലൈമാറ്റ് റെസിലൻസിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ക്ലൈമാറ്റ് സസ്റ്റൈനബിലിറ്റിയിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. അങ്ങനെ ഒരു കാലാവസ്ഥ സുസ്ഥിരതയിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ടി വരും. പക്ഷെ അത് ചിന്തിക്കുമ്പോൾ മനുഷ്യന് ഒരുപാട് പരിമിതികളുണ്ട് എന്നുള്ളതാണ് മനുഷ്യർ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മനുഷ്യ ഇടപെടൽ മാത്രമല്ല, പ്രകൃതിയുടെ ചില ഇടപെടലുകളും ഇതിനകത്ത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ജനങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും, ഈ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ, ദയവായി നിങ്ങൾ മറ്റ് സർവീസ് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ DA, DR അങ്ങനെ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ അംഗനവാടി, ആശാ വർക്കേഴ്സ്, ഇങ്ങനെ നമുക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ് കിട്ടുന്ന, പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടുന്ന വീഡിയോകൾ കാണുന്നതിനേക്കാൾ ആവേശത്തോടെയും ഗൗരവത്തോടെയും ഇത്തരം വീഡിയോകൾ കാണുകയും പരമാവധി പ്രചരിപ്പിക്കുകയും ചെയ്യണം. കാട് മുതൽ കടൽ വരെ, അല്ലെങ്കിൽ തീരം മുതൽ പർവ്വത പ്രദേശം വരെ, മലനിരകൾ വരെ ഓരോ തരത്തിലുള്ള ദുരന്തങ്ങളുമാണ് നമ്മെ കാത്തിരിക്കുന്നത്. അത് കൃത്യമായി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനാവശ്യമായ ഒന്ന് സെറ്റപ്പ് ചെയ്ത് ജീവിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞത് കൊണ്ടോ പരസ്പരം പഴിചാരിയത് കൊണ്ടോ പ്രശ്നം തീരുന്നതല്ല. ഇടതുപക്ഷം ചെയ്തില്ലെന്ന് വലതുപക്ഷം ഒന്നും ചെയ്യുന്നില്ല എന്ന് ഇടതുപക്ഷവും, രണ്ടു കൂട്ടരും ഒന്നും ചെയ്യുന്നില്ല അത് BJPയും പറഞ്ഞത് കൊണ്ട് മാത്രം തീരുന്ന ഒരു വിഷയമല്ല കേരളത്തിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവതരമായ ഒരു ഇടപെടൽ ഇതിനകത്ത് അത്യാവശ്യമുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യം വരേണ്ടത്. പിന്നെ സന്നദ്ധ സംഘടനകൾ, നാട്ടിലെ ഏജൻസികൾ, എല്ലാവർക്കും ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ബഹുജന വിദ്യാഭ്യാസവും ആക്ഷൻ പ്ലാനുമൊക്കെ നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്.